നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലയണൽ മെസ്സിയുടെ അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമിയുടെ ഈ സീസൺ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. നമുക്കറിയാം, MLS-ലെ നോക്കൗട്ട് മത്സരത്തിൽ അറ്റ്ലാന്റ യുണൈറ്റഡിനോട് പരാജയപ്പെട്ടുകൊണ്ട് അവർക്ക് പുറത്താവേണ്ടി വന്നിരുന്നു. എന്നാൽ MLS-ലെ ഷീൽഡ് സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. റെക്കോർഡ് പോയിന്റ് നേടിക്കൊണ്ടായിരുന്നു ഇന്റർ മയാമി ഈ ഒരു ഷീൽഡ് സ്വന്തമാക്കിയിരുന്നത്. പക്ഷേ ഇതിന് പിന്നാലെ ഒരു ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നത്. അതായത് ഇന്റർ മയാമിയുടെ അർജന്റീൻ പരിശീലകനായ ജെറാർഡോ മാർട്ടീനോ ഇപ്പോൾ ആ ഒരു പരിശീലക സ്ഥാനം ഒഴിയുകയാണ്. വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു സ്ഥാനം ഒഴിയുന്നത്. നാളത്തോടുകൂടി ഇക്കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ സ്ഥിരീകരണം വരും എന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ ഇന്റർ മയാമിക്ക് അടുത്ത സീസണിലേക്ക് ഒരു പുതിയ പരിശീലകനെ ആവശ്യമുണ്ട്. മെസ്സിയെ പരിശീലിപ്പിക്കാൻ ഒരു പുതിയ പരിശീലകനെ ആവശ്യമുണ്ട്. ഇന്റർ മയാമിയുടെ സഹ ഉടമസ്ഥനായ ഡേവിഡ് ബെക്കാം ഫുട്ബോൾ ലോകത്തെ പല പ്രധാനപ്പെട്ട പരിശീലകരെയും പരിഗണിക്കുന്നുണ്ട് എന്നാണ് goal.com ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത്തരത്തിലുള്ള ചില സാധ്യതകളെ അവർ വിലയിരുത്തിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു പരിശീലകൻ ചാവിയാണ്. നമുക്കറിയാം, ബാഴ്സയിൽ മെസ്സിക്കൊപ്പവും അതുപോലെ തന്നെ മറ്റു ബാഴ്സ താരങ്ങൾക്കൊപ്പവും ഒരുപാട് കാലം കളിച്ചിട്ടുള്ള ഇതിഹാസമാണ് ചാവി. അദ്ദേഹം ഖത്തറിൽ മികച്ച രൂപത്തിൽ പരിശീലിപ്പിച്ചിരുന്നു. പിന്നീട് ബാഴ്സയുടെ പരിശീലകനായി. പക്ഷേ ബാഴ്സയിൽ തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ മെസ്സിയെയും സംഘത്തെയും പരിശീലിപ്പിക്കാൻ വേണ്ടി ചാവിയെ ഒരുപക്ഷെ ഡേവിഡ് ബെക്കാം കൊണ്ടുവന്നേക്കാം എന്നാണ് goal.com പറഞ്ഞു വെക്കുന്നത്. മറ്റൊരാൾ സിനദിൻ സിദാനാണ്. കരിയറിൽ റയൽ മാഡ്രിഡിനെ മാത്രമാണ് അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ കൊണ്ടുവരാൻ ബെക്കാമിന് താല്പര്യമുണ്ട്. നേരത്തെ ബെക്കാമും സിദാനും ഒക്കെ ഒരുമിച്ച് കളിച്ച താരങ്ങളാണ്. പക്ഷേ അത് ഒരല്പം ബുദ്ധിമുട്ടാവും. കാരണം സിനദിൻ സിദാൻ PSG-യുടെ ഓഫർ വന്നിട്ട് പോലും നിരസിച്ച ഒരു ആളാണ്. അദ്ദേഹം ഇന്റർ മയാമിയെ സ്വീകരിക്കുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇനിയിപ്പോൾ ഫെഡറിക്കോ ഹിഗ്ഗൈൻ്റെ പേര് കൂടി ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. നേരത്തെ MLS-ൽ കളിച്ചിട്ടുള്ള വ്യക്തിയാണ് ഫെഡറിക്കോ ഹിഗ്ഗൈൻ. അദ്ദേഹം ഇപ്പോൾ ഇന്റർ മയാമിയുടെ സെക്കൻഡ് ടീമിനെയാണ് പരിശീലിപ്പിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ആ ഒരു പ്രൊമോഷൻ നൽകിയേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ. ഹവിയർ മഷരാനോ അർജന്റീനയുടെ പരിശീലകനാണ്. അർജന്റീനയുടെ അണ്ടർ ഏജ് ടീമിനെയാണ് അദ്ദേഹം പരിശീലിപ്പിക്കുന്നത്. നമുക്കറിയാം, ലയണൽ മെസ്സിക്കൊപ്പം ദീർഘകാലം ഇദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു പരിചയം വെച്ച് ഹവിയർ മഷരാനോ ആ ഒരു പരിശീലക സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാനാവില്ല. അതുപോലെ തന്നെ ഫ്രഞ്ച് ഇതിഹാസമായ തിയറി ഹെൻറിയുടെ പേര് കൂടി ഉയർന്നു കേൾക്കുന്നുണ്ട്. ഫ്രാൻസിൻ്റെ അണ്ടർ 23 ടീമിനെയായിരുന്നു അദ്ദേഹം പരിശീലിപ്പിച്ചിരുന്നത്. നമുക്കറിയാം, ഒളിമ്പിക്സിൽ ആ ഒരു ഫൈനൽ വരെ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഫ്രീ ഏജൻ്റ് ആണ് എന്നുള്ളതാണ്. അദ്ദേഹത്തെ കൂടി ഇന്റർ മയാമി പരിഗണിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. ഇത്രയും സാധ്യതകളാണ് ഇപ്പോൾ goal.com വിലയിരുത്തിയിട്ടുള്ളത്. ഏതായാലും മെസ്സിയെ പരിശീലിപ്പിക്കാൻ ആരായിരിക്കും വരിക എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകർ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.